അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയെ ഇല്ലാതാക്കുന്ന അമേരിക്കൻ ഇസ്രായേൽ പദ്ധതിയെക്കുറിച്ചാണ് വേൾഡ് ഇൻ വേർഡ്സ് ആദ്യം സംസാരിക്കുന്നത്. പിന്നെ UAE-യിലെ നിയമരംഗത്തെ AI-യുടെ വ്യാപനത്തെക്കുറിച്ചും ബ്രിട്ടനിലെ ഇസ്ലാമോഫോബിയയെക്കുറിച്ചും രണ്ട് വാർത്തകൾ. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പ്രോസിക്യൂട്ടർ കരീം ഖാൻ ലൈംഗിക അപവാദത്തിൽപ്പെട്ട് പുറത്തേക്കെന്ന് വാർത്ത. പക്ഷെ അത് വെറും രാഷ്ട്രീയ ഇടപെടലാണെന്നാണ് കരീം ഖാന്റെ വക്കീൽമാർ പറയുന്നത്. നേരത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനും എതിരായി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചതിന്റെ വൈരാഗ്യമാണ് ഇപ്പോൾ കാണുന്നതെന്നാണ് ഇവർ അഭിപ്രായപ്പെടുന്നത്. കാര്യം ശരിയാവാനാണ് സാധ്യത. കാരണം ഐക്യരാഷ്ട്രസഭയുടെ മറ്റ് ഏജൻസികൾ നടത്തുന്ന പ്രഖ്യാപനങ്ങളെ പോലെയല്ല ഈ വാറന്റ്. മനുഷ്യാവകാശ ഏജൻസിയുടെയും മറ്റും അപലപനങ്ങൾ പോലെ ആവില്ല ഇവയുടെ ഗതി. ഏതെങ്കിലും രാജ്യങ്ങൾ അറസ്റ്റിന് തയ്യാറായാൽ അവർക്ക് ഈ കോടതി വിധിയുടെ ബലത്തിൽ അത് ചെയ്യാനാവും. ന്യൂയോർക്ക് മേയർ മംദാനി അത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരുന്നു. അത് ഫലത്തിൽ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്യും. അതുകൊണ്ടാവും കരീം ഖാനെതിരായ നീക്കമെന്ന് സംശയിക്കുന്ന അന്താരാഷ്ട്ര വിദഗ്ധർ ഏറെയുണ്ട്. നെതന്യാഹുവിന്റെ വാറന്റ് കൊടുത്തതോടെ ട്രംപിന്റെ നേതൃത്വത്തിൽ ICC-യുടെ നിരവധി ഉദ്യോഗസ്ഥർക്കെതിരെ ഉപരോധം പ്രഖ്യാപിച്ചതായി മുൻപ് വാർത്ത വന്നിരുന്നു. ഇപ്പോഴത്തെ പുറത്താക്കലിന് കാരണമായ വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ കരീം ഖാന് സാധ്യമായിരുന്നില്ല. കാരണം അദ്ദേഹത്തിന് അമേരിക്കയിലേക്കുള്ള പ്രവേശനം നിഷേധിച്ചിരുന്നു. ന്യായമോ നീതിയോ തെളിവുകളോ പരിശോധിക്കാതെയാണ് ഇത്തരത്തിലൊരു തീരുമാനം വന്നതെന്നാണ് കരീം ഖാന്റെ അഭിഭാഷകർ പറയുന്നത്. അദ്ദേഹത്തിന്റെ വാദങ്ങളൊന്നും കേൾക്കാൻ തയ്യാറായില്ലെന്നും സ്വതന്ത്ര ജഡ്ജിമാരുടെ അഭിപ്രായങ്ങൾ വിലയിരുത്താതെയുമാണത്രേ ഇത്തരത്തിലൊരു തീരുമാനം എടുത്തത്. 2021 ICC-യുടെ മൂന്നാമത്തെ പ്രോസിക്യൂട്ടറായി തിരഞ്ഞെടുക്കപ്പെട്ട കരീം ഖാനെ കഴിഞ്ഞ മാസം സസ്പെൻഡ് ചെയ്തിരുന്നു. പ്രമുഖനായ ഒരു ബ്രിട്ടീഷ് അഭിഭാഷകനാണ് അദ്ദേഹം. പിന്നീടാണ് ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത്. ICC-യിലെ ഒരു ഉദ്യോഗസ്ഥയോട് ലൈംഗികോദ്ദേശത്തോടെ പെരുമാറി എന്നാണ് ആരോപണം. തനിക്കെതിരെ ഉയർന്ന ലൈംഗിക കേസുകളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് കരീം ഖാൻ ഇസ്രായേലി ഉദ്യോഗസ്ഥർക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചതെന്നാണ് ഇസ്രായേൽ പറയുന്നത്. കരീം ഖാൻ പുറത്താകുന്നതോടെ അദ്ദേഹം എടുത്ത നടപടികൾ തെറ്റായിരുന്നു എന്ന് തെളിയുകയാണെന്നും ഇവർ വാദിക്കുന്നു. അന്താരാഷ്ട്ര കോടതി എന്ന സംവിധാനം തന്നെ അടച്ചുപൂട്ടണമെന്നാണ് ഇസ്രായേലിന്റെ ഉത്തരവാദപ്പെട്ടവർ പറയുന്നത്. അമേരിക്കയും ഇക്കാര്യത്തിൽ സമാനമോ അതിലേറെ കടുപ്പമുള്ളതോ ആയ അഭിപ്രായമുള്ളവരാണ്. ICC-യുടെ ഉദ്യോഗസ്ഥരെ ഭ്രാന്തന്മാരും വിഡ്ഢികളുമായാണ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോ വിശേഷിപ്പിച്ചത്. ഇതിനിടയിൽ ICC സ്ഥാപിക്കാൻ കാരണമായ റോം സ്റ്റാറ്റ്യൂട്ടിൽ നിന്നും പിന്മാറുന്നതായി പ്രഖ്യാപിച്ച് വെനിസ്വേല ഐക്യരാഷ്ട്രസഭയ്ക്ക് കത്ത് കൊടുത്തിരിക്കുന്നു. ആഫ്രിക്കയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും രാജ്യങ്ങൾക്കെതിരായ പക്ഷപാതപരമായ നിലപാടാണ് ICC സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ഇവർ ഉന്നയിക്കുന്ന ന്യായം. അതേസമയം ICC-യിൽ നിന്നുള്ള ഏതൊരു പിന്മാറ്റവും അതിനുള്ള കത്ത് നൽകി ഒരു വർഷത്തിനുള്ളിലെ പ്രായോഗികമാവൂ എന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ നിലപാട്. അതുകൊണ്ട് തന്നെ മനുഷ്യരാശിക്കെതിരായ വെനിസ്വേലയിൽ നടന്ന കുറ്റകൃത്യങ്ങളിൽ ICC-യുടെ അന്വേഷണം തുടരുക തന്നെ ചെയ്യും. 2017 സർക്കാരിനെതിരായി തുടങ്ങിയ പ്രക്ഷോഭങ്ങളെ തുടർന്നാണ് സർക്കാർ സുരക്ഷാ ഏജൻസികൾ മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടു എന്ന കാരണം ഉയർത്തി 2021 വെനിസ്വേലക്കെതിരെ ICC അന്വേഷണം ആരംഭിച്ചത്. ഈ പിന്മാറ്റത്തോടെ അത്തരം കുറ്റക്കാർ ഒന്നും ഭയക്കേണ്ടതില്ല എന്ന സന്ദേശമാണ് വെനിസ്വേല കൊടുക്കുന്നത്. വെനിസ്വേലക്കൊപ്പം ചാടും ICC-യിൽ നിന്ന് പിന്മാറുമെന്ന സൂചന നൽകിയിട്ടുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളോടുള്ള ICC-യുടെ നിലപാടിലാണ് ഇവർക്കും പ്രതിഷേധം. ബുർക്കിന ഫാസോ, മാലി, നൈജർ തുടങ്ങിയ രാജ്യങ്ങൾ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള പിന്മാറ്റം നടത്തിയിരുന്നു. ആഫ്രിക്കയോടുള്ള ഇഷ്ടത്തിനപ്പുറം അമേരിക്കയോടുള്ള വിധേയത്വമാണ് ഇതിനൊക്കെ കാരണമാവുന്നത് എന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട്. ഇവർ പിന്മാറുന്നുവെന്ന് കേട്ട പാതി കേൾക്കാത്ത പാതി വെനിസ്വേലയുടെ പ്രസ്താവന അമേരിക്ക സ്വീകരിച്ചിട്ടുണ്ട്. അഴിമതിയും കെടുകാര്യസ്ഥതയും നിറഞ്ഞ ICC-യെ ഉപേക്ഷിച്ച് അമേരിക്കൻ നേതൃത്വത്തിലുള്ള ശ്രമങ്ങൾക്ക് ശക്തി പകരുന്ന വെനിസ്വേലൻ നയത്തെ അമേരിക്ക വാതോരാതെ പുകഴ്ത്തുകയും ചെയ്തു. ICC-യിൽ നിന്ന് രാജ്യം പിന്മാറുന്നു എന്ന് പ്രഖ്യാപിച്ച വെനിസ്വേലയിലെ ഇടക്കാല പ്രസിഡന്റ് ഡെല്ലി റോഡ്രിഗസ് രാജ്യത്തിന്റെ മാറുന്ന വിദേശ നയത്തിന്റെ പ്രത്യക്ഷ രൂപമാണ്. അമേരിക്കയുമായി അടുക്കാൻ കഴിയുന്ന ഒരു വഴിയും ഇവരിപ്പോൾ ഉപേക്ഷിക്കാറില്ലത്രേ. എന്തായാലും അംഗരാജ്യങ്ങളുടെ പരിധിയിൽ നടക്കുന്ന യുദ്ധക്കുറ്റങ്ങൾ അന്വേഷിക്കാനുള്ള ഏജൻസിയായ ICC മിക്കവാറും പല്ലുകൊഴിഞ്ഞ സിംഹമാവാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. 24 കൊല്ലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംവിധാനത്തിന്റെ ഗതിയെക്കുറിച്ച് ഏറെ ആശങ്കകളാണ് ഉയർന്നു വരുന്നത്. അമേരിക്കയും റഷ്യയും ഇസ്രായേലും അംഗങ്ങളല്ലാത്ത ഇവർക്കിനി എന്തായിരിക്കും ചെയ്യാനുണ്ടാവുക എന്നതാണ് സംശയം. ലോകത്തിലെ ആദ്യത്തെ AI അധിഷ്ഠിത ജുഡീഷ്യൽ പ്ലാറ്റ്ഫോമുമായി UAE. കോടതികളുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാനും എളുപ്പമാക്കാനുമാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. കോടതികളിലെ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാനും നീതിന്യായ സംവിധാനം കഴിവുറ്റതാക്കാനും നിയമമേഖലയിലെ ഗവേഷണങ്ങൾ കാര്യക്ഷമമാക്കാനും നിർമ്മിത ബുദ്ധിയെ ഉപയോഗിക്കാനാണ് UAE ഉദ്ദേശിക്കുന്നത്. നേരത്തെ തന്നെ കാര്യങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതിൽ രാജ്യം ഏറെ മുന്നോട്ട് പോയിരുന്നു. പുതിയ സംവിധാനം ഒരിക്കലും ജഡ്ജിമാരെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒന്നായിരിക്കില്ലെന്ന് ബന്ധപ്പെട്ടവർ വ്യക്തമാക്കി കഴിഞ്ഞു. അതിന് പുറത്തുള്ള കാര്യങ്ങളാണ് AI ശ്രദ്ധിക്കുക. കേസ് ഫയലുകൾ പരിശോധിക്കുക, നിയമനിർമ്മാണങ്ങൾ പരിശോധിക്കുക, മുൻകാല കോടതി വിധികൾ കണ്ടെത്തുക, തീരുമാനങ്ങളിലെത്താൻ ജഡ്ജിമാരെയും ബന്ധപ്പെട്ടവരെയും സഹായിക്കുക എന്നിവയായിരിക്കും നിർമ്മിത ബുദ്ധിയുടെ പ്രധാന പ്രവർത്തന മേഖലകൾ. വിവരങ്ങളുടെ സുരക്ഷിതത്വം,
നിരീക്ഷണങ്ങളിലെ കൃത്യതക്കുറവ്, തീരുമാനങ്ങളിൽ ഉണ്ടാവാനിടയുള്ള പക്ഷപാതിത്വം തുടങ്ങിയ ഭീഷണികൾ ഉണ്ടെങ്കിലും AI പിന്തുണ നിയമവ്യവഹാരങ്ങൾ എളുപ്പമാക്കുമെന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. ബ്രിട്ടനിലെ ഇസ്ലാമോഫോബിയയെ കുറിച്ചുള്ള ഒരു നിരീക്ഷണമാണ് ഇനി. ബ്രിട്ടീഷ് മുസ്ലിം ട്രസ്റ്റിന്റെ കണക്ക് പ്രകാരം ഓരോ 5 ദിവസവും ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കുമെതിരായ ഒരു അതിക്രമമെങ്കിലും ബ്രിട്ടനിൽ നടക്കുന്നുണ്ടത്രേ. ശാരീരിക ആക്രമണങ്ങളും സ്വത്തിനുണ്ടാകുന്ന നാശനഷ്ടങ്ങളും തട്ടിക്കൊണ്ടുപോകലും മാനസിക പീഡനവും ഓൺലൈൻ പീഡനങ്ങളുമെല്ലാം ഇതിൽ ഉൾപ്പെടും. 2024 മാർച്ചിലെ കണക്കെടുക്കുമ്പോൾ ആ വർഷം 2690 അതിക്രമങ്ങളായിരുന്നു നടന്നതെങ്കിൽ 2025 മാർച്ചിൽ എത്തുമ്പോൾ അത് വർഷത്തിൽ 3199 എന്ന കണക്കിലെത്തുന്നു. പള്ളികളുടെയും മറ്റു സംരക്ഷണത്തിനായി കോടികൾ നീക്കിവെച്ചിരിക്കുകയാണ് ഇംഗ്ലണ്ട് ഇപ്പോൾ. പക്ഷേ ഈ പണം കിട്ടാനുള്ള നടപടിക്രമങ്ങൾ വളരെ ദുരിതം നിറഞ്ഞതാണെന്നാണ് ആളുകളുടെ അഭിപ്രായം. നന്ദി.